മോഹൻലാൽ ആരാധകർ മോഹൻലാലിന്റെ വമ്പൻ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസരത്തിലാണ് എമ്പുരാനും തുടരുമൊക്കെ അവരുടെ മുന്നിലേക്ക് എത്തിയത്. എമ്പുരാൻ ഒരു വമ്പൻ സിനിമ തന്നെയായിരുന്നു. അത് വമ്പൻ റിസൾട്ട് തന്നെയാണ് പ്രേക്ഷകർ നൽകിയതും. എന്നാൽ തുടരും ഒരു സർപ്രൈസ് ആയിരുന്നു. ഇങ്ങനെയൊരു എക്സ്ട്രാ പോസിറ്റീവ് ചിത്രത്തിന് ലഭിക്കുമെന്ന് ആരും കരുതിയില്ല. അതുകൊണ്ട് തന്നെ വമ്പൻ മുന്നേറ്റമാണ് ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രം നടത്തുന്നത്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സിനിമകളെയും വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം തുടരും പോലൊരു പോസിറ്റീവ് കിട്ടിയാൽ മോഹൻലാൽ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് മാജിക്കുകളാണ്. ബോക്സ് ഓഫീസിലെ ആ മാജിക് തുടരുമെന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ 7 ദിവസം കൊണ്ട് തുടരുമെന്ന സിനിമ 46 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. 8 ദിവസം ആയപ്പോഴേക്കും 50 കോടിയും മറികടന്നു എന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. ആദ്യ ദിനം 5.10 കോടി നേടിയ തുടരുമെന്ന ചിത്രം രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ 7 കോടി നേടുകയുണ്ടായി. മൂന്നാം ദിവസം എത്തിയപ്പോൾ 8.20 കോടിയും, നാലാം ദിവസം 6.85 കോടിയും, അഞ്ചാം ദിവസം 6.50 കോടിയും, ആറാം ദിവസം 6.30 കോടിയും, ഏഴാം ദിവസം 6.80 കോടിയും നേടി 46.75 കോടി നേടുകയുണ്ടായി. എട്ടാം ദിവസം ആയപ്പോഴേക്കും ടോട്ടൽ 50 കോടിയും മറികടന്നു. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തിയാൽ 7 ദിവസം കൊണ്ട് 118.65 കോടിയാണ് തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത്. ആദ്യ ദിവസം 17.18 കോടി, രണ്ടാം ദിവസം 25.9 കോടി, മൂന്നാം ദിവസം 26.15 കോടി, നാലാം ദിവസം 14.2 കോടി, അഞ്ചാം ദിവസം 12.53 കോടി, ആറാം ദിവസം 11.35 കോടി, ഏഴാം ദിവസം 11.3 കോടി. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡിൽ 118.65 കോടി നേടി. കേരള ബോക്സ് ഓഫീസിൽ 46.75 കോടിയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 11.7 കോടിയും, ഓവർസീസിൽ 60.2 കോടിയും നേടിയാണ് 118.65 കോടി മറികടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് കിട്ടാൻ സാധ്യതയുള്ള 2 കൊച്ചു ചിത്രങ്ങൾ മോഹൻലാലിന്റേതായി OTTയിൽ പോയിരുന്നു. അതാണ് പ്രേക്ഷകരെ ഇപ്പോഴും ചർച്ചകളിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഈ കാര്യത്തെക്കുറിച്ച് പലപ്പോഴായി ചർച്ചകളിൽ വരാറുണ്ട്. തുടരുമെന്ന ചിത്രത്തിന് ഇങ്ങനെയൊരു റെസ്പോൺസ് ആണ് പ്രേക്ഷകർ നൽകിയിരുന്നതെങ്കിൽ ദൃശ്യം 2 ഒന്ന് തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ബോക്സ് ഓഫീസിന്റെ അവസ്ഥ എന്ന കാര്യം ഇപ്പോഴും ചർച്ചകളിൽ നടക്കുകയാണ്. കാരണം അവർക്കറിയാം ദൃശ്യം 2 എന്ന ചിത്രത്തിന് എത്രമാത്രം ഗംഭീര റെസ്പോൺസ് ആണ് OTTയിൽ ലഭിച്ചത് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് ലഭിക്കേണ്ടത് തിയേറ്ററിലായിരുന്നു. എന്നിരുന്നെങ്കിൽ ഈ തുടരും നേടിയ കളക്ഷന്റെ അപ്പുറം നിൽക്കുമായിരുന്നു ദൃശ്യം 2 എന്ന ചിത്രത്തിന്റെ കളക്ഷൻ. അതുപോലൊരു റെസ്പോൺസ് ആയിരിക്കും പ്രേക്ഷകർ ദൃശ്യം 2-ന് നൽകുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വാക്കുകൾ. അത് സത്യം തന്നെയാണ്. അതിനുശേഷം ബ്രോഡാഡി പോലൊരു ചിത്രം കൂടി ഇറങ്ങിയിരുന്നു. അതിനും ഗംഭീര റെസ്പോൺസ് ആണ് OTTയിൽ ലഭിച്ചത്. അതും തിയേറ്ററിൽ വന്നില്ല. അതുകൂടി വന്നിരുന്നെങ്കിൽ മോഹൻലാലിന് ഇത്രയും നാളത്തെ വിമർശനം കുറയുമായിരുന്നു എന്ന് പലപ്പോഴും ചർച്ചകളിൽ വന്നതാണ്. ബ്രോഡാഡി പോലെ ഒരു ഫീൽ ഗുഡ്, ഒരു കോമഡി ചിത്രം മോഹൻലാലിന്റേതായി ഇനി എന്ന് സംഭവിക്കുമെന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അതുപോലുള്ള സിനിമകളും മോഹൻലാലിന്റേതായി വരണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതലാണ്. തുടരും അങ്ങനെ ഒരു ചിത്രമാണെന്ന് വിചാരിച്ചെങ്കിലും തുടരും നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. എല്ലാ ജോണറുകളും കടന്നു വരുന്ന ഒരു ഗംഭീര ചിത്രമായി മാറി. ഇനി ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ വരുന്ന ബ്രോഡാഡി പോലൊരു ചിത്രം പറ്റുമോ? എന്നാൽ പറ്റുമെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. സാക്ഷാൽ പൃഥ്വിരാജ് മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് ആ രസകരമായ കാര്യം. എന്നാൽ ലൂസിഫറിന്റെ 3ാം ഭാഗത്തിന് വേണ്ടിയല്ല, അതിനു മുമ്പേ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു ചിത്രം വരാനുള്ള സാധ്യത വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു എന്നാണ് ഒരു വിഭാഗം മൂവി അനലിസ്റ്റുകൾ പറയുന്നതും. എമ്പുരാന്റെ വിജയത്തിന് പിന്നാലെ മോഹൻലാലിനെ നായകനാക്കി മറ്റൊരു സിനിമ ചെയ്യാൻ പൃഥ്വിരാജ് ഒരുങ്ങുന്നു എന്നത്. ലൂസിഫറിന്റെ 3ാം ഭാഗത്തിന് മുമ്പ് ഈ പ്രോജക്റ്റ് നടക്കുമെന്നാണ് വിവരം. ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ മാർച്ച് 27-നാണ് തിയേറ്ററിലേക്ക് എത്തിയത്. അതിനുശേഷം L3-ലായിരിക്കും ഇവർ ഒന്നിക്കുക എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. 3ാം ഭാഗത്തിന് വേണ്ടി ആ ഒരു വലിയ ഒരുക്കം വേണമല്ലോ. എന്നാൽ ആ ഒരുക്കത്തിന് കുറച്ച് താമസമെടുക്കും. അതിനു മുമ്പേ തന്നെ മോഹൻലാലും പൃഥ്വിരാജും ബ്രോഡാഡി പോലൊരു കൊച്ചു ചിത്രത്തിനായി ഒന്നിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ബ്രോഡാഡി പോലൊരു കുടുംബ ചിത്രമായിരിക്കും പൃഥ്വിരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന മോഹൻലാൽ ചിത്രമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ബ്രോഡാഡി എന്ന സിനിമ കാണുമ്പോഴെല്ലാം ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതേ ടീം തിയേറ്ററുകൾക്ക് വേണ്ടി ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കിയാലോ എന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ചർച്ചകളിൽ വന്നിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യത വരുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. ഇത് നടക്കാൻ പോകുന്നു എന്നാണ് അവസാനമായി വന്ന ഏറ്റവും വലിയ റിപ്പോർട്ട്. ഒരു കംബാക്കിന് വേണ്ടി ഇവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. ഇനി ബ്രോഡാഡിയുടെ സെക്കൻഡ് പാർട്ട് വല്ലതുമാണോ അതോ മറ്റേതെങ്കിലും സിനിമയാണോ? പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അടുത്തിടെ മോഹൻലാലും ബിപിൻ ദാസും ഒന്നിക്കാൻ പോകുന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നടന്നിരുന്നു. ബിപിൻ ദാസിന്റെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് ആണോ പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരും എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചർച്ചകൾ കൊഴുത്തിരിക്കുകയാണ്. ഇങ്ങനൊരു ചിത്രം വരാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല മനക്കോട്ടകളും കെട്ടി പ്രേക്ഷകർ പല ചോദ്യങ്ങളുമായി എത്തുന്നുണ്ട്. വന്നാൽ അടിപൊളിയായിരുന്നു എന്നതാണ്. കാരണം ബ്രോഡാഡി പോലൊരു ചിത്രം പ്രേക്ഷകർക്ക് ഒരു ഗംഭീര എന്റർടൈനറാണ് സമ്മാനിച്ചത്. അതുപോലൊരു ചിത്രം തിയേറ്ററുകൾക്ക് വേണ്ടി മോഹൻലാലിനെ ഒരുക്കിക്കൊണ്ടുവന്നാൽ മറ്റൊരു വിജയം സമ്മാനിക്കാൻ സാധിക്കും. എന്തായാലും തുടരുമെന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മികച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനും ചർച്ചകളും ഒക്കെ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീര സിനിമകൾ പ്രതീക്ഷിക്കാം.